കണ്ണൂരിലെ പോലീസിന്റെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു വലവിരിക്കൽ തന്നെയായിരുന്നു പിന്നീട് നടന്നത്. അത് പക്ഷേ ആ വലവിരിച്ചതിന് പിന്നാലെ പെരിങ്ങോത്ത് നിന്ന് തളിപ്പറമ്പിലേക്ക് എത്തി. അതെ 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 ഒന്ന് പോട്ടെ. കണ്ണൂർ സൈബർ CI ആണ്, കണ്ണൂർ സൈബർ പോലീസിന്റെ CI ആണ് ഇപ്പോൾ ടൗൺ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടെയാണ് ഈ കേസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ കേസ് ഉള്ളത്. അതായത് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നൽകിയ പരാതിയാണ്. ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചതും ഭീഷണിപ്പെടുത്തിയതും അശ്ലീലം പറഞ്ഞതുമൊക്കെ ആയിട്ട് അതുമായി ബന്ധപ്പെട്ട കേസാണ് കണ്ണൂരിൽ ഇപ്പോൾ അർജുൻ ആയങ്കിക്കെതിരെ ഉള്ളത്. അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടിക്രമങ്ങളിലേക്കാണ് പോകുന്നത്. ആ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ്, നേരത്തെ തന്നെ നടപടിക്രമങ്ങൾ ആരംഭിച്ചതാണ്. ഇപ്പോൾ CI സൈബർ ക്രൈം പോലീസിന്റെ കണ്ണൂർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ CI ആണ് ഇപ്പോൾ ഈ ടൗൺ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തത് ടൗൺ പോലീസ് ആയതുകൊണ്ട് തന്നെ ഇവിടെയാണ് അതിന്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഒരുപക്ഷെ അറസ്റ്റ് അല്പസമയത്തിനകം രേഖപ്പെടുത്തുമെന്നുള്ളതാണ്. ഇനി നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വന്നാൽ, ഈ അർജുൻ ആയങ്കിയുടെ കാറ് കണ്ണൂർ ജില്ലയിൽ എത്തിയിട്ടുണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കുന്നു. അത് പനങ്കാവിലെ ഈ ദീപ്തി എന്ന് പറയുന്ന യുവതിയുടെ വാടക വീട്ടിലാണ് ഒളിപ്പിച്ചു വെച്ചതെന്ന് മനസ്സിലാക്കി ആ കാറ് കസ്റ്റഡിയിലെടുക്കുന്നു. ആ കാറ് കസ്റ്റഡിയിലെടുത്ത് വളപട്ടണം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്നു. അതായത് അർജുൻ ആയങ്കി കണ്ണൂർ ജില്ലയിൽ എത്തിയെന്ന് ഉറപ്പിച്ച പോലീസ് പിന്നീട് അവർ ഉറപ്പിച്ച മറ്റൊരു കാര്യം, കണ്ണൂർ ജില്ലയിൽ എത്തിയ സ്ഥിതിക്ക് ഇനി ഇയാൾ ഇവിടെ നിന്ന് മറ്റൊരു ഒളിയിടത്തിലേക്ക് പോകില്ല, ഈ ജില്ലയ്ക്കകത്ത് തന്നെ പലയിടങ്ങളിലായി മാറി മാറി പോകാനുള്ള സാധ്യതയാണ് എന്ന് പോലീസ് ഉറപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് പിന്നീട് കണ്ണൂരിൽ എവിടെയൊക്കെ ഇയാൾ പോകാം എന്ന തരത്തിലേക്ക് അന്വേഷണം പോകുന്നത്. പെരിങ്ങോം എന്ന് പറയുന്നത് നേരത്തെ അർജുൻ ആയങ്കിയെ ഈ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റ് ചെയ്തത് ഈ പെരിങ്ങോം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു. പെരിങ്ങോത്ത് വലിയ ബന്ധങ്ങൾ ഇയാൾക്കുണ്ട്. അവിടെ ഇയാളുടെ ചില അടുത്ത ആളുകളൊക്കെ ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ പെരിങ്ങോത്ത് പോകാനുള്ള ഒരു സാധ്യത കണ്ട് പോലീസ് അവിടെ എത്തുന്നു. അവിടെയൊക്കെ പോലീസ് എത്തിയതോടുകൂടി ഇയാൾ അവിടെ നിന്ന് മാറി തളിപ്പറമ്പ് ഭാഗത്തേക്ക് വരുന്നു. തളിപ്പറമ്പിൽ ഈ ബാറിൽ എന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് തളിപ്പറമ്പിലെ ഈ ബാറിലേക്ക് ആ ഒളിത്താവളം മാറ്റുന്നു. അവിടെ 2 ദിവസം തങ്ങി എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ആ സ്ഥലവും പോലീസ് മനസ്സിലാക്കി എന്ന് കണ്ട് തന്നെ ആവണം ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ അവിടെ നിന്ന് ഈ അർജുൻ ആയങ്കി കണ്ണൂർ നഗരത്തിലേക്ക് മാറുന്നത് എന്നാണ് നമ്മൾ ഇപ്പോൾ കരുതേണ്ടത്. ഇന്നലെ ഉച്ചയ്ക്ക് ഒരു 2:45 ആ സമയത്തോടു കൂടി താളിക്കാവിലെ ഈ അപ്പാർട്ട്മെന്റ് പരിസരത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കവിത തിയേറ്റർ പരിസരത്തുള്ള അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നു. ആ അപ്പാർട്ട്മെന്റിൽ ഈ അഭിഭാഷകയുടെ വീടാണ്. അഭിഭാഷകയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ അവിടെ കുറച്ചുകൂടി സുരക്ഷിതമെന്ന് കരുതിയിട്ടുണ്ടാവണം. കാരണം ഒരു അഭിഭാഷകയുടെ വീടാണ്. പെട്ടെന്ന് പോലീസ് അങ്ങനെ കയറി വന്ന് കസ്റ്റഡിയിലെടുക്കുക ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്ന് കരുതി കാണണം. പക്ഷേ പോലീസിന് പോലീസ് ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു, ഇനി ഈ കണ്ണൂർ നഗരത്തിലെ ഇതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ സൈബർ പോലീസ് സംഘം അർജുനുമായി ഈ മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിനായിരിക്കണം മറ്റൊരു മുറിയിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ നിന്നുള്ള ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഏതായാലും സൈബർ പോലീസിന്റെ നടപടി ഈ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അവരും കടക്കുന്നു എന്നുള്ളതാണ്. ഇനി അറസ്റ്റിലേക്കാണ്, അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ നിഖിൽ തുടരുക. അതായത് 1-2 വിഷയങ്ങൾ കൂടിയുണ്ട് നിഖിൽ. ഇപ്പോൾ ഈ കേസിന്റെ നിലവിൽ അറസ്റ്റിന് ശേഷം പുറത്തു വരുന്ന വിവരങ്ങൾ അതിന്റെ ചുരുളഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കണ്ണൂർ ജില്ലയ്ക്കകത്ത് തന്നെ വിവിധയിടങ്ങളിൽ ഒളിസങ്കേതങ്ങൾ ഒരുക്കി ആ ഒളിസങ്കേതങ്ങളിലേക്ക് മാറി മാറി സഞ്ചരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാറി മാറി അത്തരം ഒളിസങ്കേതങ്ങളിൽ താമസിച്ച് കണ്ണൂർ ജില്ലയിൽ ഇരുന്നു കൊണ്ട് തന്നെ സംസ്ഥാന പോലീസിനെ വട്ടം ചുറ്റിക്കാനുള്ള പദ്ധതിയായിരുന്നു അർജുൻ ആയങ്കി ഇട്ടിരുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.